നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ഗോകുല് കാരണം എനിക്കുണ്ടായ സങ്കടങ്ങൾ എന്താന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. അതിന്റെ പേരിൽ സച്ചി സാറിന്റെ കുടുംബവും മാഷും തമ്മിൽ തെറ്റിപ്പിരിയേണ്ട കാര്യമില്ലല്ലോ. അവരെപ്പോഴും പഞ്ചരത്നവുമായി നല്ല ബന്ധം പുലർത്തുന്നവരല്ലേ. അച്ഛൻ മോൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് മാത്രം വിചാരിച്ചാ മതി. അദ്ദേഹം തീരുമാനിച്ച കാര്യം അദ്ദേഹം നടത്തട്ടെ. അതല്ലേ അതിന്റെ ശരി. ഞാനിനി അച്ഛനോടൊന്നും പറയുന്നില്ല. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞുപോയി. ഇനി അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നല്ല കുട്ടി. ആ മോള് മുഖം കഴുകിയിട്ട് പുറത്തേക്ക് വാ. ഭാനുമ്മ ചായയും പലഹാരം എടുത്തു വയ്ക്കാം. ആ ഇവിളിങ് എത്തിയോ? വന്ന് കേറുമ്പോ തന്നെ ചെറിയൊരു ഷോക്കങ്ങ് കൊടുത്തേക്ക. ഡീ മോനെ വിച്ചൂട്ടാ, നീ അച്ഛമ്മയെ കാണാൻ വന്നാണോടാ? ഓ, ഞാൻ വിചാരിച്ചു നീ അച്ഛമ്മയെ ഉപേക്ഷിച്ചു പോയെന്ന്. അയ്യോ, അച്ഛമ്മയെ നമുക്ക് അത്ര വേഗത്തിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റോ? അല്ലേ വെച്ചൂട്ടാ? ഇന്നലെ രാത്രി ഇന്ദ്രൻ തനിച്ചിവിടേക്ക് വന്നപ്പോ ഞാൻ കരുത് നീ ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ. അത് അമ്മയുടെ ആഗ്രഹം മാത്രം. ഇന്ദ്രനുള്ളിടത്ത് അനുപമയുണ്ടാവും. ഓ, അവൻ നിന്നെയും കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചതായിരുന്നില്ലേടി? പിന്നെ എന്തിനാ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ എന്റെ ഭർത്താവിന്റെ അമ്മയെ കാണാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ആളല്ലേ. തിരിച്ചു വന്നെന്നറിഞ്ഞാ ഒന്ന് വന്ന് കാണണ്ടേ? പരിഹസിക്കണ്ടടി. എന്റെ സമരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനും അതിന് തയ്യാറായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എടി, നിനക്ക് നാണമില്ലടി വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ? ഞാനെന്തിനാ നാണിക്കുന്നെ? ആഹാരത്തിൽ വിഷം കലർത്തിയതിന് ജയിലിൽ കടന്നത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ അന്ന് ജയിലിൽ പോകുമ്പോ നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നില്ലേ, ഞാൻ തിരിച്ചു വരും, വന്നിട്ട് കാണാന്നൊക്കെ. ഓ, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ വരാതിരുന്ന അനുപമ പേടിച്ചോടിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. അതുണ്ടാവാതിരിക്കാനാ ഞാൻ വന്നത്. അപ്പൊ നീ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുവാണല്ലേ? അതെ. എന്നെ ഒഴിവാക്കി മകനെ വീണ്ടും കയ്യിലെടുക്കാന്ന് കരുതിയെങ്കിൽ അമ്മയ്ക്ക് തെറ്റി. ഇന്ദ്രനെ എന്റെ മകനാ, ഞാൻ അവനെ തിരിച്ചെടുക്കൂടി. ഇന്ദ്രേട്ടൻ എന്റെ ഭർത്താവും വിച്ചൂട്ടന്റെ അച്ഛനും ആണെങ്കിൽ ഞങ്ങളെ തിരിച്ചു തരാൻ പോകുന്നില്ലമ്മ. അല്ലേടാ വെച്ചിട്ടാ? ഈ അച്ഛമ്മ എപ്പോഴും മൂഢസ്വർഗത്തിലാ. അത് വേണ്ടെന്ന് നീ അച്ഛമ്മയോട് പറയണം കേട്ടോ. ആ ഓ, കൂടുതൽ സ്ട്രെയിൻ എടുക്കണ്ടാട്ടോ. ജയിലിൽ കടന്ന് ഒരുപാട് അടികിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ കുറച്ചു ദിവസം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് യുദ്ധം തുടങ്ങാം. അതുപോലെ ശരി, ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ചേച്ചി, ഇന്ദ്രേട്ടനോടൊപ്പം ചേച്ചി വരാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു. ഇന്ദ്രേട്ടൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പ്രതിഭ. എന്നോട് പറയാതെ എങ്ങോട്ട് വന്നത്. തോന്നി.
ചെറുതായിട്ടൊന്നും മിനുങ്ങിയിട്ടുണ്ടായിരുന്നു.